സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിന് ഫാക്ടോറിയൽ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 5 എഴുതുക, ഇൻറ്റു 5ൽ നിന്ന് 1 കുറച്ചിട്ട് 4 എഴുതുക, വീണ്ടും ഇൻറ്റു 4ൽ നിന്ന് 1 കുറച്ചിട്ട് 3 എഴുതുക, ഇൻറ്റു 3ൽ നിന്ന് 1 കുറച്ച് 2 എഴുതുക, ഇൻറ്റു 2ൽ നിന്ന് 1 കുറച്ച് 1 എഴുതുക. അപ്പൊ 5 × 4 20, 20 × 3 60, 60 × 2 120. അപ്പോൾ നമ്മുടെ ആൻസർ 120 എന്നാണ്. ഇനി ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് എന്താണ് 5 ഡബിൾ ഫാക്ടോറിയൽ, 5 ട്രിപ്പിൾ ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ 5 ഡബിൾ ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അപ്പോൾ ആദ്യം 5 എന്ന് എഴുതുക. നമ്മൾ ഫാക്ടോറിയൽ എങ്ങനെയാണ് എഴുതിയത്? നമ്മൾ ഓരോ നമ്പർ കുറച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പോയത്. പക്ഷെ ഡബിൾ ഫാക്ടോറിയൽ വരുമ്പോൾ നമ്മൾ 1 അല്ല മൈനസ് ചെയ്യുന്നത്, 2 ആണ്. ഇപ്പൊ 5 ഡബിൾ ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? ആദ്യം 5 എഴുതി, ഇൻറ്റു 5ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 3, ഇൻറ്റു 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 5 × 3 15. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം. 5 ട്രിപ്പിൾ ഫാക്ടോറിയൽ. ആദ്യം 5 എഴുതി, ഇൻറ്റു ട്രിപ്പിൾ ഫാക്ടോറിയൽ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 3 ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. 2. ഇനി 2ൽ നിന്ന് 3 കുറച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ 2ൽ വെച്ച് എന്ത് ചെയ്യുക? നിർത്തുക. അപ്പൊ 5 × 2 എത്രയാണ്? 10 ആണ് 5 ട്രിപ്പിൾ ഫാക്ടോറിയലിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. 7 ട്രിപ്പിൾ ഫാക്ടോറിയലിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.